ഇപ്പം കുറച്ച് ദിവസമായിട്ട് നല്ല മഴയല്ലേ, അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇന്നൊരു വ്ളോഗ് എടുക്കാമെന്ന്. റെയിനി വ്ളോഗ്. രാവിലെ തന്നെ നല്ലൊരു മഴ തകൃത്തിയിലായിട്ട് പെയ്ത് പോയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ മഴ ഇങ്ങനെ ചെറുതായിട്ട് ചാറുന്നുള്ളൂ കേട്ടോ. എല്ലാ പ്രാവശ്യവും മഴ പെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒടിയലോ വികലോ ഒക്കെ സാധാരണ ഉള്ളതാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ അര റംബുട്ടാനാണ്. ഈ റംബുട്ടാൻ പൊതുവേ ഈ മഴയും കാറ്റിനും അത്ര നന്നായിട്ട് ചേരൂല. കുറേ റംബുട്ടാനൊക്കെ ഇങ്ങനെ നിലത്ത് ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഫ്രഷപ്പ് ഒക്കെ ആയതിൻ്റെ ശേഷം എനിക്കും ഉമ്മാക്കും കൂടി ഒന്ന് പുറത്ത് പോകണ്ടായിരുന്നു. നല്ല മഴയായിട്ട് ഈ പുറത്ത് ഇങ്ങനെ മഴ പെയ്തുമ്പോൾ നല്ല സോങ്ങൊക്കെ കേട്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് പോകണം. അതൊരു വേറെ തന്നെ വൈബാണ്. ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ മഴത്ത് പുറത്തിറങ്ങി നടക്കാനോ മഴ നനയാനൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ വീട്ടിലെത്തി നോക്കുമ്പോൾ ഒരു ബന്ധമില്ലാത്ത ക്ലൈമറ്റ്, ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള സ്കൈ. പണ്ട് ഇതിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കളക്ടർ ലീവ് പ്രഖ്യാപിച്ച് കഴിഞ്ഞാൽ അന്ന് മഴ ഉണ്ടാവുകയില്ല. പക്ഷേ ക്ലാസ് ഉള്ള ദിവസം ഭയങ്കര മഴയായിരിക്കും. പിന്നെ വീട്ടിലെത്തിയതിന് ശേഷം ഫുഡ് കഴിച്ച് പരിപ്പ് കറിയും മാങ്ങച്ചാറും ചിക്കൻ ഫ്രൈ ആയിരുന്നു കേട്ടോ ഫുഡ്. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അടുത്ത മഴ ഇതാ അവിടെ പെയ്യുന്നുണ്ട്. നല്ലൊരു തണുത്ത കാറ്റുണ്ടായിരുന്നു കേട്ടോ. രാവിലത്തെ അത്ര തണുപ്പില്ലായിരുന്നു, ഇത് കുറച്ച് തണുത്ത കാറ്റൊക്കെ ആയിട്ടുള്ള നല്ലൊരു മഴയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനിങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴാണ് കസിൻസൊക്കെ വിളിച്ചിട്ട് നമുക്ക് കുളത്ത് പോയേക്കാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ വെറുതെ ഇരിക്കേണ്ടല്ലോ വിചാരിച്ച് പോയതായിരുന്നു. പോകുമ്പോൾ വയ്യൊക്കെ നല്ല അടിപൊളി വയ്യായിരുന്നു കേട്ടോ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുൾ ചളി ബിളി ആകെ മൊത്തം ഒരു ഇതായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ച് പോകണ്ടില്ലായിരുന്നു എന്ന് തോന്നിയിട്ടോ. പക്ഷേ ഈ ഒരു വ്യൂ കണ്ടപ്പോൾ ഉണ്ടല്ലോ എനിക്ക് തോന്നി ഇനിയിപ്പോൾ അല്ലെങ്കിൽ നമുക്ക് റിഗ്രറ്റ് അടിക്കില്ല. അങ്ങനെ റിഗ്രറ്റ് ഒന്നും അടിച്ചില്ല. നല്ലൊരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടും പിന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ആദ്യം കുളത്തിൽ ചാടില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ അങ്ങോട്ട് ചാടി. പിന്നെ കയറാൻ ഭയങ്കര, നമ്മൾ വെള്ളത്തിൽ ചാടിക്കഴിഞ്ഞാൽ പിന്നെ കയറാൻ പണിയാണല്ലോ. അങ്ങനെ പിന്നെ കുറച്ച് നേരം കൂടി അവിടെ ഇങ്ങനെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളത്തിലൊക്കെ കളിച്ച് കുറച്ച് നേരം കൂടി നന്നായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിലെത്തിയപ്പോൾ ഉമ്മ ഈന്തും പൊടി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമുണ്ടായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ അണ്ടിൽ നെക്സ്റ്റ് ടൈം, സീ യു സൂൺ.